അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചാലോ? ഇല്ലസ്ട്രേഷൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നോക്കാം. ഇതൊന്നും നമ്മുടെ സ്റ്റഡി മാറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ സ്റ്റഡി മാറ്റിൽ ഇത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷേ ഇത് ഇത്ര ഡീപ്പായാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെക്ടിഫൈങ് ദ ഫോളോയിങ് എറേഴ്സ് ബൈ വേ ഓഫ് ജേർണൽ എൻട്രീസ് ആൻഡ് വർക്ക് ഔട്ട് ദെയർ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ കൺസേൺ. റിട്ടേൺ ഇൻവേർഡ് ബുക്ക് വാസ് ക്യാഷ് ഷോർട്ട് ബൈ ₹500. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജേർണൽ എൻട്രീസ് പാസ് ചെയ്തിട്ട് താഴെ കാണുന്ന എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ശരിയാക്കുക. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ അവ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ TV പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വരുന്ന അങ്ങനത്തെ കേസാണ്. നമ്മൾ അങ്ങനെയാണ് അസംഷൻ എടുക്കുന്നത്. TV പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ അസംഷൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന എഫക്റ്റ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, റിട്ടേൺ ഇൻവേർഡ് ബുക്ക് വാസ് ക്യാഷ് ഷോർട്ട് ബൈ ₹500. എന്ത് എററാണത്? സിംഗിൾ സൈഡ് എററാണ്. റിട്ടേൺ ഇൻവേർഡ് ബുക്കിന് മാത്രം ബാധിക്കുന്ന ഒരു കേസാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TV അങ്ങനെയായിട്ടാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് ബുക്ക്, റിട്ടേൺ ഇൻവേർഡ് ഉള്ളിലേക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്ത സാധനം നമുക്ക് തിരിച്ച് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേൺ ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ സെയിൽസ് റിട്ടേൺ കുറഞ്ഞു പോയി, നമ്മൾ ടോട്ടൽ ചെയ്തത് കുറഞ്ഞു പോയി, ₹500 കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സാധനത്തിന് ₹500 എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡിൻ്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റിട്ടേൺ ഇൻവേർഡ് ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 500 ടു നമ്മൾ എന്ത് ചെയ്യാനുള്ള ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TV ആയിട്ടാണ് അസംഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സിംഗിൾ സൈഡ് എറർ ആയതുകൊണ്ട് തന്നെ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ₹300 റിസീവ്ഡ് ഫ്രം റാം ഹാസ് ബീൻ ഡെബിറ്റഡ് ടു മിസ്റ്റർ ശ്യാം. അതായത് റാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം ഞാൻ ശ്യാമിനാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ ശ്യാമിനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? റാമിൻ്റെ ഒരു ഡെപ്റ്റർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്ക് റാമിൻ്റെ കയ്യിൽ നിന്ന് 300 കിട്ടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ ആയിട്ടുള്ള റാമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടിയ നമ്മുടെ ഡെപ്റ്റർ എന്തായി പോവാണ്? കുറഞ്ഞു പോവല്ലേ? ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ റാമിന് എന്ത് എഫക്റ്റ് കൊടുക്കണം? റാമിന് നമ്മൾ ക്രെഡിറ്റ് എഫക്റ്റ് ആണ് കൊടുക്കേണ്ടത്, കാരണം ഡെപ്റ്റർ കുറയാണ്. സോ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. ടു റാം അക്കൗണ്ട് 300 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്നിട്ട് തെറ്റിയിട്ട് കൊടുത്തിട്ടുള്ളത് ആർക്കാ? മിസ്റ്റർ ശ്യാം എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ശ്യാമിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്യാമിൻ്റെ അക്കൗണ്ടിനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്? ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ശരിക്കും നമ്മുടെ എങ്ങനെ വരേണ്ടിയിരുന്നേ? ശരിക്കും ഒറിജിനൽ ഈ തെറ്റൊന്നും വരുത്തിയില്ലായിരുന്നെങ്കിൽ ശരിക്കും വരേണ്ട എൻട്രി ആണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് നമുക്ക് കിട്ടി, അസറ്റ് കിട്ടി, ടു റാം അക്കൗണ്ട്. കാരണം റാം നമ്മുടെ ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ നമുക്ക് കാശ് വരുമ്പോൾ ഡെപ്റ്റർ കുറയുന്നു അല്ല, അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ഇങ്ങനെയാണ് വരേണ്ടത്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം. പക്ഷെ അവർ തെറ്റിയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? തെറ്റിയിട്ട് അവർ കൊടുത്തിട്ടുള്ള സാധനമാണ് കാര്യമാണ് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ആരെന്നെ ഡെബിറ്റ് ചെയ്തു? ശ്യാമിനെ ഡെബിറ്റ് ചെയ്തു. ശ്യാം അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളതെന്ന്. അവരെ പേരും തെറ്റിച്ചു, അതും പറഞ്ഞ എഫക്റ്റും തെറ്റിച്ചു അല്ലേ? അപ്പോൾ ശ്യാമിനെ അവർ ഡെബിറ്റ് ചെയ്തേക്കുക ഒരു കാര്യമില്ലാണ്ട്. അപ്പോൾ ശ്യാമിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഈ ശ്യാമിനെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ശ്യാമിനും ഞാൻ എന്ത് ചെയ്യണം? റെക്ടിഫൈങ് എൻട്രിയിൽ ഞാൻ ശ്യാമിനെയും തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുള്ള ശ്യാമിനെ റിവേഴ്സ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്താലേ റിവേഴ്സ് ആവുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാല്ലാത്തതുകൊണ്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തു. അപ്പോൾ ഇത് എന്താണ്? സിംഗിൾ സൈഡ് എററാണ്. എങ്ങനെ ഇത് സിംഗിൾ സൈഡ് എറർ ആകുന്നു? കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ TB അഗ്രി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. TB അഗ്രി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ റാമിൻ്റെ അക്കൗണ്ട് ഇല്ല, റാമിന് അക്കൗണ്ട് ഉണ്ടാക്കണം. നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു റാമിനെ. ഇപ്പൊ ശ്യാമിന് അവരാ ക്രെഡിറ്റ് എഫക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് അവര് പേരും തെറ്റിച്ചു, ആ എഫക്റ്റും തെറ്റിച്ചു. ഓക്കെ, അപ്പൊ ഇത് സിംഗിൾ സൈഡ് എററാകും കാരണം അതാണ്. അപ്പൊ TB അഗ്രി ചെയ്യില്ല. എങ്ങനെ പോകാനും TB അഗ്രി ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? TB അഗ്രി ചെയ്യാത്ത കാര്യം ആയതുകൊണ്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം.
ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. 2 ആഡ് ചെയ്യുമ്പോൾ 600 വേണം കേട്ടോ ഇവിടെ ചെയ്യാനായിട്ട്. 600 വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ആ കാര്യം മറക്കരുത്. കാരണം ഇതിൽ ശ്യാമൻ നമ്മൾ എന്നിട്ടാണ് റിവേഴ്സ് ചെയ്തു, ഇതിന് കറക്റ്റ് എഫക്റ്റ് കൊടുത്തു. ഇവിടെ കറക്റ്റ് 600 കൊടുക്കണം. ഓക്കെ, അടുത്തത് വേജസ് പെയ്ഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് എ മെഷീൻ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ഫോർ ₹1000. ഞാനൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അവിടെ കൂലിക്ക് വന്നിട്ടുള്ള ആൾക്ക് ഞാൻ കൂലി കൊടുത്തപ്പോൾ അത് ഞാൻ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് വേജസ് അക്കൗണ്ടിലേക്കാണ്. ആ മെഷീൻ ഉണ്ടാക്കുന്ന ആൾക്കാണ് ഞാൻ വേജ് കൊടുത്തത്. പക്ഷെ അത് നമ്മളുടെ സ്വന്തം പണിക്കാർക്ക് വേജ് കൊടുത്ത പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വേജസ് അക്കൗണ്ടിലേക്കാണ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് എന്താണ് ശരിക്കും? ഇത് ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേജസ് എന്ന് പറയുന്നത് നമ്മൾ ആ മെഷീന്റെ ഇതിനോട് കൂടെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ്. മെഷീന്റെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആ എക്സ്പെൻസ് നമ്മൾ ടിൽ ഇൻസ്റ്റാളേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഒക്കെ മെഷീന്റെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് പറയും. മെഷീൻ അക്കൗണ്ടിൽ ഉള്ളിലേക്ക് എഫക്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കുറെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്നിട്ട് ഒരു തെറ്റിയിട്ട് കാണിച്ചിട്ടുള്ള വേജസ് അക്കൗണ്ടിൽ കൊണ്ടായിട്ട് കാണിച്ചു എന്ന്. അപ്പൊ അതിന് കറക്റ്റ് എഫക്റ്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ മെഷീൻ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെഷീൻ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാപിറ്റലൈസ് ചെയ്യുന്നു. പിന്നെ വേജസ് അക്കൗണ്ട് ആണ് ഒരു ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ റിവേഴ്സ് ചെയ്യണം. സോ 2 വേജസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വേജസ് എഫക്റ്റ് കുറച്ചു, ഇതിൽ മെഷീനറിക്ക് എഫക്റ്റ് കൊടുത്തു. കാരണം ടിൽ ഇൻസ്റ്റാളേഷൻ വരെയുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ ആ മെഷീനറിയുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ എൻട്രി വരുന്നത്. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നതാണ് പർച്ചേസ് മെയ്ഡ് ഫോർ ₹1000 വാസ് പോസ്റ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ₹100. അതായത് പർച്ചേസ് ചെയ്ത് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തത്, പക്ഷെ നമ്മൾ കാണിച്ചു പോയത് 100 കാണിച്ചു പോയത്. അപ്പൊ 900 കൂടിയും എന്ത് ചെയ്യണം? കാണിക്കണം അല്ലെ? പർച്ചേസിന്റെ ബാലൻസ് എന്താ? ഡെബിറ്റ് ആണ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 900 ടു എവിടേക്ക് കാണിക്കേണ്ടത്? ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ അത് 900 കാണിച്ചു. അടുത്തത് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എമൗണ്ടിങ് ടു ₹3000 ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 3000 രൂപ, അത് നമ്മൾ തെറ്റിയിട്ട് പർച്ചേസ് അക്കൗണ്ടിലേക്ക് കൊണ്ട് നമ്മൾ എക്സാമ്പിളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഫർണിച്ചറിന്റെ അസറ്റ് കൂടുമ്പോൾ അസറ്റ് ഡെബിറ്റ് ചെയ്യേണ്ട കൊടുത്ത് പർച്ചേസ് അക്കൗണ്ട് പോയി ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ അസറ്റിന് എഫക്റ്റ് കൊടുക്കണം, പർച്ചേസിന് റിവേഴ്സ് ചെയ്യണം. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് 3000 കാണിച്ചു. അടുത്തത് ലാസ്റ്റത്തെ ഗുഡ്സ് പർച്ചേസ് ഫോർ പ്രൊപ്രൈറ്റേഴ്സ് യൂസ് 4000 ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പ്രൊപ്രൈറ്ററിന് വേണ്ടി പ്രൊപ്രൈറ്റർ വാങ്ങിച്ചിട്ടുള്ള ആ ഗുഡ് കാണിച്ചിട്ടുള്ളത് പർച്ചേസ് അക്കൗണ്ടിലേക്ക്. അതായത് ഡ്രോയിങ്സ് അക്കൗണ്ട്, ഡ്രോയിങ്സിന്റെ ബാലൻസ് എന്താ? ഡെബിറ്റ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് പോകേണ്ട സാധനം പർച്ചേസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് എഫക്റ്റ് കൊടുക്കണം, പർച്ചേസ് അക്കൗണ്ടിന് റിവേഴ്സ് ചെയ്യണം. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആയിരുന്നു തെറ്റിയിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ആ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിന് എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് 1000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇത് മാത്രമുള്ള ചോദ്യം ചെയ്യാനായിട്ട് അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ ജേർണൽ എൻട്രി കൊടുത്തു, റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഒക്കെ കൊടുത്തു, ഫൈൻ, അതൊക്കെയാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വർക്ക് ഔട്ട് ദിയർ എഫക്ട് ഓൺ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ കൺസേൺ. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഒരു കൺസേണിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് എഫക്ട് എങ്ങനെയാ വരിക എന്നുള്ള പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവുക എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ എൻട്രി നോക്കാം. ആദ്യത്തെ എൻട്രി സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ടില് സെയിൽസിനെ അവിടുന്ന് കുറച്ച് കാണിക്കും അല്ലേ? അപ്പോൾ എന്തുണ്ടാവുന്നത്? നമ്മുടെ പ്രോഫിറ്റ് കുറയല്ലേ? സെയിൽസ്, അതായത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ വരികയാണ്. റവന്യൂ കൂടുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക അല്ല? നമ്മൾ ബാക്കി എല്ലാ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ സെയില് കൊടുത്ത സാധനം തിരിച്ചു വന്നു, അപ്പോൾ നമ്മുടെ റവന്യൂ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു എന്നല്ലേ? അപ്പോൾ ഇവിടെ എഫക്റ്റ് എന്താ കാണിക്കേണ്ടത്? എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് കുറയും. കാരണം സെയിൽസ് റിട്ടേൺ വന്നു, വിറ്റ സാധനം നമുക്ക് റിട്ടേൺ വന്നു, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. സോ ഡിക്രീസ് ആണ് 500. ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് ആണ് വരുന്നത് 500. ഓക്കെ, അടുത്തത് നോക്കിയേ. ₹300 received from റാം ഹാസ് ബിൻ ഡെബിറ്റഡ് ടു ശ്യാം. അപ്പോൾ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്റ്റർ ആണ്. ശ്യാം എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം, തെറ്റിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും നോമിനൽ അക്കൗണ്ട് അല്ല, എന്തിലും വരില്ല ഇതൊന്നും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു എഫക്റ്റും വരുന്നില്ല. ഓക്കെ, നോ എഫക്ട് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റിന് പ്രത്യേകിച്ച് എഫക്റ്റും, കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നില്ല ഇത്. അതുകൊണ്ട് രണ്ടിടത്തും ഇല്ല വന്നു. അടുത്തത്
അടുത്ത എൻട്രി നോക്കിയേ, മെഷീനറി അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട്. മെഷീനറി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരില്ല, ഓക്കെ. പക്ഷെ ഈ വേജസ് വരുന്ന കാര്യമില്ലേ, അതെ. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വേജസ് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആ വേജസിനെ നമ്മൾ റിവേഴ്സ് ചെയ്തേക്കുക. അതായത് വേജസ് വന്നൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് വന്നാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ വേജസ് നമ്മൾ എന്ത് ചെയ്തു, കുറയ്ക്കുകയാണ് ചെയ്തത്, വേജസ് ഇല്ലാണ്ടാക്കിയാണ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കൂടും. റവന്യൂ നമുക്ക് എക്സ്പെൻസ് കുറച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ഇതിൽ എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടി എന്നല്ല അർത്ഥം. നമ്മള് റവന്യൂ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുന്നു അല്ലെ. ഈ എക്സ്പെൻസ് കുറച്ച സാധനം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാണ്, നമ്മൾ റിവേഴ്സ് ചെയ്തു, വേജസിന് എഫക്ട് ഇല്ലാണ്ടാക്കി. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കൂടി അല്ലെ. വേജസിന് ഇല്ലാണ്ടാക്കുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നു. സോ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് 1000. അപ്പൊ ഇതാണ് സാധനം വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എഫക്ട് എന്തായിരിക്കും വരിക എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞാൽ മതി. പ്രോഫിറ്റ് കൂടാണ് ചെയ്യുക, കുറയാണ് ചെയ്യാന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ടോട്ടൽ ചെയ്ത് നോക്കുക, അത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഇനി ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ നോക്കി. അപ്പൊ ഇതുവരെ പറഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, പർച്ചേസ് കൂടാണ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നൊരു കേസാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നൊരു കേസാണ്. പർച്ചേസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും അല്ലെ. എക്സ്പെൻസ് പോലെയാണല്ലോ. സോ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് കുറയും. അടുത്തത്, പർച്ചേസ് ഇവിടെ കുറഞ്ഞു, എക്സ്പെൻസ് കുറഞ്ഞു, അപ്പൊ പ്രോഫിറ്റ് കൂടും. പർച്ചേസ് കുറഞ്ഞു, പ്രോഫിറ്റ് കൂടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് വെറുതെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തതിന്റെ കോളം ടോട്ടൽ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്തിട്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ചെയ്തപ്പോൾ ഇൻക്രീസ് ആണ് നമുക്ക് കൂടെ വന്നിട്ടുള്ളത്, 5000 ആണ് വന്നിട്ടുള്ളത്. ആ ബാലൻസ് ഇവർ തമ്മിലെ വ്യത്യാസം 3600 ആണ്. അപ്പൊ പ്രോഫിറ്റിൽ വരുന്ന ഇൻക്രീസ്, അപ്പൊ നെറ്റ് എഫക്ട് എന്താ വരുന്നത്, ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ആണ് നെറ്റ് ആയിട്ട് വരുന്നത് 3600. ആ ബാലൻസ് ജസ്റ്റ് വെറുതെ ഇവിടെ എഴുതി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാം നമ്മുടെ കോംപ്രഹെൻസീവ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ റെക്ടിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് 2. പിന്നെ അതുപോലെ MTPCയിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ പെയ്ഡ് വെർഷന്റെ കീഴിലായിരിക്കും. നോട്ടുകളും ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വർക്ക് യുവർ സ്റ്റഡീസ്.